The summary of the last classes, we have discussed about what is interference and how the pattern varies in interference. Okay, now we are discussing what is diffraction. Actually, എന്താണ് diffraction? അതാണ് നമ്മൾ ഇന്ന് ഇതായിട്ട് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ എങ്ങനെയാണ് diffraction ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പെക്യുലാരിറ്റീസ് എന്ന് പറയാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ പറയട്ടെ. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ് ആൻഡ് നമ്മൾ ഇവിടുന്ന് ലൈറ്റ് അടിക്കുകയാണ്. ഇവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ടോർച്ച് എടുത്തിട്ട് ഇവിടുന്ന് ലൈറ്റ് അടിക്കുകയാണ്. ലൈറ്റ് അടിക്കുമ്പോൾ എങ്ങനെ വരും? ലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് പോകുമല്ലോ. സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് അടിക്കില്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്നും ലൈറ്റ് സ്ട്രൈറ്റ് ആയി പോയി ഇങ്ങനെ പതിക്കും. ആക്ച്വലി ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഒബ്ജക്റ്റ് ഈസ് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ലൈറ്റ് ഈ ഒബ്ജക്റ്റിന്റെ രീതിയിൽ അടിച്ചു. അപ്പോൾ ലൈറ്റ് പോകുന്ന എങ്ങനെയാണ്? സ്ട്രൈറ്റ് ആയിട്ടുള്ളല്ലേ? ഇതാണ് ഒബ്ജക്റ്റ് കേട്ടോ. അപ്പോ ഇതിന്റെ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിരിക്കല്ലേ? ഇത്രയും ലൈറ്റ് ഇത് വലുതായിട്ട് ഇവിടെ എങ്ങനെ കാണുന്നുണ്ടാവും അല്ലേ ഈ സ്ക്രീനിന്റെ അവിടെ? പക്ഷെ ഷാഡോ ശരിക്കും ഇത്രയല്ല ഉണ്ടാവുക. കാരണം എന്താന്ന് വെച്ചാൽ ചില ലൈറ്റ് റേസ് ഇങ്ങനെ പോയി ഈ ഇവിടെയുള്ള അറ്റത്ത് തട്ടി ഇങ്ങോട്ട് പ്രതിഫലിക്കും, അല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്യും, ബെൻഡ് ചെയ്യും. ലൈറ്റ് ബെൻഡ് ചെയ്ത് ഇങ്ങോട്ട് എത്തും. അതുപോലെ ചിലരെ ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ ആക്ച്വലി നമുക്ക് ഇത്ര ഷാഡോ ആണ് കിട്ടേണ്ടത്. ബട്ട് നമുക്ക് എന്ത് കിട്ടി? ഇത്രയും വലിയൊരു ഷാഡോ വരാൻ കാരണമായി. അപ്പോൾ ഇത് കണ്ടോ? ഈ ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് എന്ത്? ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. The phenomenon of bending of light around the corners of an obstacle or an aperture into the region of geometrical shadow of obstacle is called diffraction of light. Actually, the phenomenon of bending of light around the corners of an obstacle എന്ന് പറഞ്ഞാൽ മതി. അതാണ് എന്ത്? ഡിഫ്രാക്ഷൻ എന്നല്ല. ആക്ച്വലി നമുക്ക് എന്ത് ഇത്രയും ഭാഗമേ ഷാഡോ വരാൻ പാടുള്ളായിരുന്നു. ബട്ട് എന്ത്? ലൈറ്റ് ബെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ലൈറ്റ് റേ ഇവിടുന്ന് ബെൻഡ് ചെയ്ത് ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാഡോന്റെ വലുപ്പം എന്ത് ചെയ്തു? കൂടി. അതാണ് എന്ത്? ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇനി വേറൊരു ഉത്തരം കൂടി കാണിച്ചു തരാം. ഇത് ഞാൻ കാർഡ്ബോർഡിൽ എന്ത് ചെയ്തു? ഞാനൊരു ദ്വാരം ഉണ്ടാക്കി. കാർഡ്ബോർഡിൽ ഇതാണ് ആ ദ്വാരം. കാർഡ്ബോർഡിൽ എന്ത് ചെയ്തു? ഒരു ദ്വാരം ഉണ്ടാക്കി. അതാണ് ഈ ദ്വാരം. അല്ലെങ്കിൽ ഞാൻ 2 പീസസ് ഇങ്ങനെ വെച്ചു, മെറ്റൽ പീസസ്. എന്നിട്ട് എന്ത് ചെയ്തു? ലൈറ്റ് കടത്തിട്ടു. ലൈറ്റ് ഈ പോയിന്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നേരേക്കുള്ള ലൈറ്റ് അങ്ങനെ പോകും. നെക്സ്റ്റ് ഇവിടെ നിന്നുള്ള ലൈറ്റ് എങ്ങനെ പോകും? രണ്ട് റേസും. പക്ഷെ ചില റേസ് എന്ത് ചെയ്യും? ഇവിടെ തട്ടി ഇങ്ങോട്ട് വ്യതിചലിച്ചു പോകും, അല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്ത് പോകും. ഇവിടെ തട്ടിട്ട് എന്ത് ചെയ്യും? ചില റേസ് ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് സ്ക്രീനിൽ ലൈറ്റ് വരും. ഇത്രയും ഭാഗത്ത് ലൈറ്റ് വരും. ആക്ച്വലി ഇത്ര ഭാഗത്ത് മാത്രമേ വരാൻ പാടുള്ളായിരുന്നു. ഇത്രയും ഭാഗത്ത് മാത്രമേ ഇത് മുതൽ ഇതുവരെ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഇത്രയും ഭാഗത്ത് വന്നു. കാരണം എന്താണ്? ലൈറ്റ് ഇവിടെ വെച്ചിട്ട് ബെൻഡ് ചെയ്തു. അത് കാരണമാണ് എന്ത്? ഇത്രയും ഭാഗത്ത് ലൈറ്റ് വന്നത്. ഇതാണ് എന്ത്? ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്താണ്? The phenomenon of bending of light around the corners of an obstacle or an aperture
into the region of geometrical shadow എന്ന് പറഞ്ഞാൽ എന്താ ഷാഡോ ആണ് അതിന്റെ റീജിയനിലേക്ക് ഷാഡോന്റെ റീജിയനിലേക്കാണ് വരുന്നത് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ ഈസ് കാൾഡ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഡിഫ്രാക്ഷൻ സാധ്യമാണെന്ന് എന്ത് ചെയ്യണം ഈ വരുന്ന ലൈറ്റും ഈ വരുന്ന ഒബ്സ്റ്റക്കിളിന്റെ സൈസും ഈ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കണം കമ്പയറബിൾ ആയിരിക്കണം എന്നാൽ മാത്രമേ എന്തുള്ളൂ ഡിഫ്രാക്ഷൻ നടക്കുള്ളൂ അത് എന്തായാലും പെർഫെക്റ്റ് ക്രൈറ്റീരിയ ആണ് മറക്കരുത് എന്താണ് ലൈറ്റിന്റെ വേവ് ലെങ്തും അതായത് ഒബ്സ്റ്റക്കിളിന്റെ സൈസും എന്തായിരിക്കണം കമ്പയറബിൾ ആയിരിക്കണം എന്ന് മറക്കരുത് അത് എന്തായാലും ഓർത്തിരിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഡിഫ്രാക്ഷൻ സംഭവിച്ച എന്ത് ചെയ്യും പാറ്റേൺസ് ഓഫ് ലൈറ്റ് ഉണ്ടാവും നമ്മുടെ ഇന്റർഫറൻസ് പാറ്റേൺ കണ്ടല്ലോ അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ എന്തുണ്ട് പാറ്റേൺ ഉണ്ട് അതെന്തായിരുന്നു ഇപ്പോ ഞാനൊരു സ്ലിറ്റ് എടുത്ത് നമുക്ക് പറയാം ഇവിടെ കാണിച്ചിരിക്കുന്നത് the diffraction of light the bending of light around the corners of an obstacle is called diffraction of light okay the single slit diffraction അതായത് നമ്മള് ഡബിൾ സ്ലിറ്റ് കണ്ടിരുന്നു അല്ലേ അവിടെ എന്തായിരുന്നു അവിടെയും പാറ്റേൺസ് ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ പാറ്റേൺ ഇവിടുത്തെ പാറ്റേൺ എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ പിന്നെ പറയും അപ്പോൾ ഇവിടെ എന്താണ് ഓൺലി സിംഗിൾ സ്ലിറ്റ് മാത്രമേ ഉള്ളൂ ഒരു സ്ലിറ്റ് മാത്രമേ ഉള്ളൂ എന്തിന് നമ്മുടെ എക്സ്പെരിമെന്റിന് അത് തന്നെ ഓർത്തിരിക്കുക അപ്പൊ നേരത്തെ എന്തായിരുന്നു രണ്ട് സ്ലിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരു സ്ലിറ്റിൽ നിന്നുള്ള വേവ്സ് തന്നെയാണ് എന്ത് കൺസ്ട്രക്റ്റീവായും ഡിസ്ട്രക്റ്റീവായും എന്ത് ചെയ്യുന്നത് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ബാൻഡ്സ് ഉണ്ടാവുന്നത് അപ്പോൾ കൺസിഡർ എ സിംഗിൾ സ്ലിറ്റ് ഹാവിംഗ് എ സി ആൻഡ് ദിസ് ഈസ് എ അതായത് എയും സിയും തമ്മിലുള്ള വിഡ്ത്ത് ആണ് എന്ത് എ ഓക്കെ എ എന്ന് കണ്ടു പിന്നെ മിഡ് പോയിന്റ് ആണ് എന്ത് ബി എന്ന് പറഞ്ഞാൽ പിന്നെ സ്ക്രീൻ അറ്റ് ഒ ഇതൊക്കെ എന്താണ് നമ്മുടെ നോർമൽസ് ആണ് എ ബി സി എന്നിരുന്ന് വരച്ചെല്ലാം എന്താണ് നോർമൽസ് ആണ് പിന്നെന്താ പറയുന്നത് നമ്മുടെ രണ്ട് റേസ് ഉണ്ട് എയിൽ നിന്ന് വരുന്ന ഒരു വേവ് ആണ് പിയിലേക്ക് എത്തുന്നു സിയിൽ നിന്നും വരുന്ന ഒരു റേ എന്ത് ചെയ്യുന്നു പിയിലേക്ക് എത്തുന്നു ഓക്കെ അത് രണ്ടും മനസ്സിലായല്ലോ കൺസിഡർ എ പോയിന്റ് പി ഓൺ ദ സ്ക്രീൻ ഹാവിംഗ് എ ആംഗിൾ തീറ്റ angle theta with the normal AE the path difference between rays from the bottom and top of reaching at P അതായത് നമുക്ക് ഇവിടെ ഒരു നോർമൽ ഞാൻ ഇവിടെ നിന്നും വരച്ചിട്ടുണ്ട് ഡി എയിൽ നിന്നും ഒരു നോർമൽ ഡിയിലേക്ക് അവിടെയാണ് തീറ്റ വരുന്നത് കണ്ടോ തീറ്റ പിന്നെ ഈ എയിൽ നിന്ന് പോകുന്ന റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ തീറ്റ കണ്ടോ ഇവിടെ തീറ്റ കണ്ടോ അതെന്താണ് റേ എ പി നോർമൽ അതായത് നമ്മുടെ ബേസുമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ആണ് എന്ത് തീറ്റ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ പി എന്ന പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണോ ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ പാത്ത് ലെങ്ത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫേസ് ഡിഫറൻസ് കാണാലോ പാത്ത് ഡിഫറൻസ് കണ്ടാൽ ഫേസ് ഡിഫറൻസ് കാണാൻ എങ്ങനെയാ 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ് എന്ത് ഫേസ് ഡിഫറൻസ് അപ്പൊ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി അപ്പൊ പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് കണ്ടാൽ നമുക്ക് ഈ പി എന്ന പോയിന്റിൽ എന്ത് കൺസ്ട്രക്റ്റീവ് ആയാണോ ഡിസ്ട്രക്റ്റീവ് ആയാണോ നടക്കുന്ന അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എ പി മൈനസ് സി പി ചെയ്യണം എന്തിന് പാത്ത് ലെങ്ത് കാണാൻ വേണ്ടിട്ട് അല്ലെ അപ്പൊ രണ്ട് റേ ഉണ്ട് എ പി പിന്നെ സി പി അപ്പൊ ഇവര് തമ്മിലുള്ള പാത്ത് ലെങ്ത് കാണാൻ വേണ്ടി സി പി മൈനസ് എ പി കാണണം സി പി മൈനസ് എ പി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഇവിടെ നിന്നും നോക്കിയാൽ അറിയാം എന്താണ് അത് സി ഡി എന്നുള്ള ലെങ്ത് ആയിരിക്കും എ പി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയുണ്ട് അതേ ഡിസ്റ്റൻസ് തന്നെ ഇവിടുന്ന് ഉണ്ട് പിന്നെ ബാക്കി എക്സ്ട്രാ വരുന്നത് എന്താണ് സി ഡി ആണ് അതാണ് സി പി മൈനസ് എ പി ഈക്വൽ ടു സി ഡി എന്ന് വന്നത് ഓക്കെ ഈ സി ഡിനെ നമുക്ക് എന്ത് ചെയ്യാം തീറ്റ ഉണ്ടല്ലോ ഇവിടെ തീറ്റ ഉണ്ട് കാരണം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് സൈൻ തീറ്റ ഒന്ന് കണ്ടു നോക്കൂ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സി ഡി ബൈ എ എന്ന് പറഞ്ഞാൽ എ സി ആണ് ഹൈപ്പോട്ടന്യൂസ് എ സി എന്ന് പറഞ്ഞാൽ എ ആണെന്ന് നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും സി പി മൈനസ് എ പി ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കിട്ടും സി പി മൈനസ് എ പി ഈക്വൽ ടു എ സൈൻ തീറ്റ പിന്നെ തീറ്റ ഈസ് വെരി വെരി സ്മാൾ ആവുമ്പോൾ എന്ത് ചെയ്യും സൈൻ തീറ്റ നമുക്ക് എന്ത് ചെയ്യാം തീറ്റയ്ക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം സൈൻ 0.11 എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഏകദേശം 0.1 തന്നെ ആയിരിക്കും ഓക്കെ കാരണം എന്താണ് സൈൻ സ്മാൾ ആംഗിളിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും തീറ്റ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ അപ്രോക്സിമേഷൻ എടുക്കുകയാണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് തീറ്റയുടെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് സി പി മൈനസ് എ പി എന്ന് പറഞ്ഞാൽ എ തീറ്റ എന്ന് എഴുതി ഓക്കെ ഫോർ സ്മാൾ വാല്യൂ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്നുള്ള അപ്രോക്സിമേഷൻ എടുത്തു
പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഈ പോയിന്റ് ഉണ്ടോ ഓ, അപ്പോൾ രണ്ട് റേ എയിൽ നിന്നും ഒരു റേ ഓയിലോട്ടും ബിയിൽ നിന്നും സിയിൽ നിന്നും എയിൽ നിന്നും ഒരു റേ ഓയിലോട്ടും എയിൽ നിന്ന് ഒരു റേ ഓയിലോട്ടും സിയിൽ നിന്ന് ഒരു റേ ഓയിലോട്ടും സങ്കല്പിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തായിരിക്കും? ഈ രണ്ട് റേയും സെയിം ആവില്ലേ? അതായത് ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. കാരണം രണ്ടും ബിയിൽ നിന്നും സെയിം അകലത്തിലാണ്. അപ്പൊ രണ്ട് റേയും ഇവിടെ എത്തുമ്പോൾ എന്താണ് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. പാത്ത് ഡിഫറൻസ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇന്റർഫറൻസ് ചെയ്യുക. കാരണം ഇവൻ മൾട്ടിപ്പിൾ ഓഫ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഹെൻസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ടേക്സ് പ്ലേസ് അറ്റ് O, thus maximum intensity is obtained. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? മാക്സിമം ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ O എന്ന പോയിന്റിൽ എന്ത് ചെയ്യും? കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഇന്റർഫറൻസ് നടക്കുന്നതിനാൽ മാക്സിമം ഇന്റൻസിറ്റി ഫോം ചെയ്യും. Thus maximum intensity is obtained at O. This point is called central maximum or principal maximum. അപ്പൊ ഈ ആ പോയിന്റ് O എന്ന പോയിന്റ് എന്താണ്? പ്രിൻസിപ്പൽ മാക്സിമം ആണ്. കാരണം എന്താണ്? അവിടെ മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ട്. കാരണം എന്താണ്? രണ്ട് റേസ് അറ്റ് എയും സിയും, അല്ലെങ്കിൽ എയും സിയും മാത്രമല്ല റേസ് വരുന്നത്, ഈ സ്ലിറ്റിന്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? റേസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവ എല്ലാം എന്താണ്? കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രലിൽ എന്ത് ചെയ്യും? ഒരു ബ്രൈറ്റ് ബാൻഡ്, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബാൻഡ് കാണാൻ സാധിക്കും. അതാണ് സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത്. അതാണ് ഈ പൊസിഷൻ ഓഫ് മാക്സിമം ഇന്റൻസിറ്റി. ഓക്കെ, ഇനി സെക്കൻഡറി മിനിമ. What is position of secondary minima? Let P be the point on the screen which that path difference between the rays AP and CP are lambda. അപ്പോൾ AP CP ഈ രണ്ട് റേ കണ്ടല്ലോ, ദിസ് ഈസ് AP ആൻഡ് ദിസ് ഈസ് CP. ഈ രണ്ട് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ലാംഡയാണെന്ന് അസ്യൂം ചെയ്യാണ്. കാരണം എന്താണ്? നമുക്ക് ഒരു സെക്കൻഡറി മിനിമം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? CP മൈനസ് AP എന്നുള്ളൊരു ഈ പാത്ത് ഡിഫറൻസ് ലാംഡ എന്ന് അസ്യൂം ചെയ്യും. അപ്പൊ CP മൈനസ് AP എന്താണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടി A തീറ്റ. അപ്പൊ A തീറ്റ ആയിക്കോട്ടെ എന്ത് ചെയ്യാം? ലാംഡയ്ക്ക് ഈക്വലേറ്റ് ചെയ്യാം. അപ്പോൾ തീറ്റ എന്തായിരിക്കും? ലാംഡ ബൈ A. ലെറ്റ് the slit AC be imagined and split into two equal halves, AB and CB. For every point AB there is a corresponding point. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു സ്ലിറ്റ് കണ്ടല്ലോ ABC. ആക്ച്വലി B എന്നുള്ള എന്താണ്? അതിലൊരു പോയിന്റ് ആണ്. അപ്പൊ AB യും BC എന്താണ്? തുല്യമാണ്. അപ്പോൾ രണ്ട് സ്ലിറ്റും സെപ്പറേറ്റ് ആക്കിയാലും, അല്ലെങ്കിൽ ഈ ബിയിൽ നിന്നുള്ള സെയിം ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ് ആണ് K. ബിയിൽ നിന്നും സെയിം ഡിസ്റ്റൻസ് വരുന്ന അതേ ഡിസ്റ്റൻസ് ആണ് L. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? കുറെ പോയിന്റ്സ് ഉണ്ട് അല്ലെ? അതാണ് അവർ പറയുന്നത്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? A/2 ആയിരിക്കും അല്ലെ? കാരണം ഇത് A/4 ആണ് അല്ലെ? ഈ ബിയിൽ നിന്നും എയിലോട്ട് എത്ര ആയിരിക്കും? A/2 വരും അല്ലെ? ബിയിൽ നിന്നും എയിലോട്ട് A/2, ബിയിൽ നിന്നും സിയിലോട്ട് A/2, ടോട്ടലി A. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ A/4 ആയിരിക്കും K എന്ന് പറഞ്ഞാൽ. കാരണം ബിന്റെ AB നടക്കുന്ന പറഞ്ഞാൽ എന്തായിരിക്കും? A/4 ആയിരിക്കും. ടോട്ടൽ A/2 ആണ്. പിന്നെ അതിന്റെ പകുതിയാണ് എന്ത്? K നിൽക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? A/4 ആയിരിക്കും. ഇവിടെ A/4 ആയിരിക്കുമല്ലോ. ഇപ്പൊ രണ്ടും കൂടി കൂട്ടി A/2 അല്ലേ? എന്താണ് ഇവിടെ എഴുതിയത്? That distance between the points are equal to A/2. Consider 2 points K and L such that KL equal to A/2. നമുക്ക് അറിയാവുന്നതാണ്. ഇനി എന്ത് ചെയ്യാ? LP മൈനസ്, അതായത് L എന്നുണ്ട്, LP മൈനസ് KP, അതായത് കെയിൽ നിന്നും എല്ലിൽ നിന്നും ഓരോ പോയിന്റ് പിയിലേക്ക് വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ റേസ് വരുന്നത് കാണിക്കുമ്പോൾ അതിന്റെ പാത്ത് ഡിഫറൻസ് ആണ് എന്ത്? LP മൈനസ് KP. അപ്പൊ അതെന്തായിരിക്കും? A/2 തീറ്റ ആയിരിക്കും അല്ലെ? A/2 തീറ്റ. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾറെഡി നമുക്ക് കിട്ടി ലാംഡ ബൈ A ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ LP മൈനസ് KP എന്ന് പറഞ്ഞാൽ ലാംഡ/2 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദ റേറ്റ് കമ്മിങ് ഫ്രം K and L റീച്ചിങ് അറ്റ് ദ P ഔട്ട് ഓഫ് ഫേസ് ആണ്. അത് ഞാൻ പറഞ്ഞു, ഓഡ് മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ എന്താണ്? അത് ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ക്യാൻസൽ ഈച്ച് അതർ. ഹെൻസ് ഇന്റൻസിറ്റി P becomes 0. In other words, at angle theta equal to lambda by A, intensity becomes 0. Similarly, lower half of the screen, അതായത് ഇത് അപ്പർ ഹാഫിനാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? ലാംഡ/2 ആണ് എന്ത്?
ഫേസ് പാത്ത് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതെന്താണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴത്തും എന്തുണ്ട്, ഇങ്ങനെ റേസ് തമ്മിൽ കൂടിച്ചേരുന്നുണ്ടല്ലോ, താഴത്തും ഉണ്ട്. അപ്പൊ അതെന്തായിരിക്കും, മൈനസ് ആയിരിക്കും. അപ്പോൾ മൈനസ് ലാംഡ ബൈ എ ആയിരിക്കും എന്ത് താഴത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലസ് ഓർ മൈനസ് ലാംഡ ബൈ എ ഉണ്ട് അല്ലെ. അപ്പോൾ രണ്ടും എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ രണ്ടും എന്താണ് മിനിമം ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, മിനിമം ഇന്റൻസിറ്റിയിലാണ് എന്ത് ചെയ്തത് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമം ഉണ്ട്. അവിടെ എന്താണ് വരുന്നത് 3/2, അതായത് 3/2 ലാംഡ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത് നമ്മൾ ACP മൈനസ് AP എന്നുള്ള P എന്നുള്ള പോയിന്റിൽ നിന്ന് നമുക്ക് സ്ക്രീനിലോട്ട് നിന്ന് നമ്മൾ പാത്ത് ഡിഫറൻസ് കണ്ടാൽ 3/2 ലാംഡ ആയിരിക്കും കിട്ടുക പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമയ്ക്ക്. ഇവിടെ കണ്ടോ n = 1 2 3 ആവാം എന്ത് സെക്കൻഡറി മിനിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം മോഡ് മൾട്ടിപ്പിൾ ആണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യാണ് CP മൈനസ് AP എന്നുള്ള 3/2 ലാംഡ ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. സെക്കൻഡറി മാക്സിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, CP മൈനസ് AP എന്ന് പറഞ്ഞാൽ 3/2 ലാംഡ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതാണ് അസ്യൂം ചെയ്തു. നമ്മൾ മിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അസ്യൂം ചെയ്തത്, λ/2 എന്നാണ് അസ്യൂം ചെയ്തത്. പക്ഷെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി മാക്സിമം കാണാൻ എന്ത് ചെയ്യണം, 3/2 എന്ന് അസ്യൂം ചെയ്താൽ Aθ എന്നുള്ളത് 3/2 ആയിരിക്കും. അതുപോലെ തന്നെ വേവ് ഫ്രണ്ട് AC can be divided into 3 equal parts. The ray from first and second will be cancel each other and the rays from third part will reach the point at B. Hence the maximum എന്ന് പറയുന്നത് 2n+1 λ/2a അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 2n+1 λ/2a എന്ന് പറഞ്ഞാൽ 2n+1 എന്ന് എന്താണ് ഓൺലി ഓഡ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഓഡ് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് 2n+1 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി വേവ് ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ എന്ത് ചെയ്തു 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യൂ ഒരു 3 പാർട്സ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 പാർട്സും എന്ത് ചെയ്യുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 2 പാർട്ടും തമ്മിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ലോസ് ആയി പോകും. ബാക്കിയുള്ള ഒരു പാർട്ടിൽ നിന്നാണ് എന്ത് ഇന്റൻസിറ്റി വരുന്നത്, അതെന്താണ് സെക്കൻഡറി മാക്സിമത്തിന് കാരണമാകും. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ 2n+1 λ/2a പ്ലസ് ഓർ മൈനസ് 2n+ λ/2a എന്ന് പറഞ്ഞാൽ അതെന്താണ് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെന്തായാലും ബ്രൈറ്റ് ആയിട്ട് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ക്രീൻ ഓഫ് ഡിഫ്രാക്ഷൻ പാറ്റേൺ, അതായത് ഒരു സ്ലിറ്റ് ഉണ്ടാവുള്ളൂ, 2 സ്ലിറ്റിന് വരെ ഒരു സ്ലിറ്റ് ഉണ്ടാവുള്ളൂ. ഇൻകമിംഗ് വേ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലിറ്റിനകത്ത് കൂടി ചെന്നിട്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഇവിടെ. ആക്ച്വലി ഇവിടെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോരോ ഇതാണ് എന്റെ ബാൻഡ്സ്. അതായത് ഫസ്റ്റ് സെക്കൻഡറി മാക്സ്, അതായത് സെൻട്രലിൽ നിന്ന് എന്തുണ്ട് ബ്രൈറ്റ് ബാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണിത്. പിന്നെ പോകുന്തോറും എന്തുണ്ട് സെക്കൻഡറി മാക്സിമം ഫസ്റ്റ് മിനിമം ആയിട്ട്, മിനിമം എന്നുള്ളതാണ് ഈ താഴ്ചയാണ് എന്ത് മിനിമം, ഈ പൊങ്ങലാണ് എന്ത് മാക്സിമം എന്ന് പറഞ്ഞാൽ. താഴ്ന്ന് മാക്സിമം മിനിമം ആയിട്ട് എന്ത് ചെയ്യും ലൈറ്റിന്റെ ഇന്റൻസിറ്റി വാരി ചെയ്യും. ഈ ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്റർഫറൻസ് ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് കമ്മിങ് ഫ്രം 2 ഡിഫറെന്റ് വേവ് ഫ്രണ്ട്സ്. 2 ഡിഫറെന്റ് വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന റേസ് ആണ് എന്ത് ഇന്റർഫറൻസിന് കാരണമാകുന്നത്. പക്ഷെ ഡിഫ്രാക്ഷൻ എന്താണ് കാരണമാകുന്നത്, ഒരു സ്ഥലത്തു നിന്നുള്ള വേവ്സിന്റെ സൂപ്പർപോസിഷൻ ആണ് ഡിഫ്രാക്ഷൻ കാരണമാകുന്നത്. പിന്നെ ഇന്റർഫറൻസ് ബാൻഡ്സ് ആർ ഈക്വൽ വിഡ്ത്ത്, ഞാൻ പറഞ്ഞു ഇന്റർഫറൻസ് ബാൻഡ്സ് ആർ ഈക്വൽ വിഡ്ത്ത്. ബീറ്റ ഈക്വൽ ടു λ/d/d എന്നായിരുന്നു. അപ്പൊ എന്താണ് ഈക്വൽ വിഡ്ത്ത് ആണ്. പക്ഷെ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ വിഡ്ത്ത് അല്ല, അതെന്ത് ചെയ്യും ഡിമിനിഷായി അവസാനം ഇല്ലാണ്ടാവുന്ന രീതിയിലാണ്, അതായത് കുറഞ്ഞു വരും. പക്ഷെ ഇന്റർഫറൻസ് പാറ്റേൺ അങ്ങനെയല്ല, എല്ലാം എന്തായിരിക്കും സെയിം വിഡ്ത്ത് ആയിരിക്കും. പിന്നെ മിനിമം ഇന്റൻസിറ്റി ഓഫ് റീജിയൻ ആർ പെർഫെക്റ്റ്ലി ഡാർക്ക്. ഇൻ ദ കേസ് ഓഫ് ഇന്റർഫറൻസ് മിനിമം ഇന്റൻസിറ്റി എന്നാൽ പെർഫെക്റ്റ്ലി ഡാർക്ക് ആയിരിക്കും. പക്ഷെ ഡിഫ്രാക്ഷൻ കേസിൽ അങ്ങനെയല്ല, മിനിമം ഇന്റൻസിറ്റി എന്താവില്ല പെർഫെക്റ്റ്ലി ഡാർക്ക് ആവില്ല, എന്നാൽ പെർഫെക്റ്റ്ലി ബ്രൈറ്റും ആവില്ല. കുറെ ചെറിയൊരു അതിന്റെ ഒരു
ക്വസ്റ്റ്യൻ അങ്ങനെ നോക്കും. ഓക്കെ, all the bright bands are equal intensity. ഇന്റർഫറൻസ് പാറ്റേണിൽ all the bright bands are equal intensity. പക്ഷേ ഡിഫ്രാക്ഷന്റെ ആണല്ലോ all bright bands are not in same intensity. എല്ലാവരും ഇല്ല സെയിം ഇന്റൻസിറ്റി ആവില്ല എന്ത് ഡിഫ്രാക്ഷന്റെ കേസിൽ. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്തായാലും ഓർത്തിരിക്കണം, എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞത് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഡിഫ്രാക്ഷൻ ആയിരുന്നു അല്ലെ. ഡിഫ്രാക്ഷൻ എന്ന് ഒരു സിംഗിൾ സ്ലിറ്റ് മതി എന്ത് ഡിഫ്രാക്ഷന്. ഡിഫ്രാക്ഷൻ എന്ന് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദ കോർണേഴ്സ് ഓഫ് എ ഒബ്സ്റ്റക്കിൾ. എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വേവ് ലെങ്ത്തും ഒബ്സ്റ്റക്കിളിന്റെ സൈസ് എന്തായിരിക്കണം, കമ്പയറബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ ഡിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. നമുക്കൊരു സ്ലിറ്റ് ഉണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു എ സി, അതിൽ ബി ആണ് എന്റെ അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നോർമൽസ് വരയ്ക്കുന്നു. എന്ത് എന്നും സിന്ന് റൈറ്റ് റേസ് പി എന്ന പോയിന്റിൽ എത്തുന്നു. അതിനുവേണ്ടി പി എന്ന പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അതിന്റെ പാത്ത് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് സി പി മൈനസ് എ പി നിൽക്കുന്നു. അതെന്തായിരുന്നു സി ഡി ആണ് നമുക്ക് കിട്ടുന്നു. സി ഡിയിൽ നിന്നും നമ്മൾ ഈ ട്രയാങ്കിളിൽ നിന്നും എ തീറ്റ സി ഡി എ തീറ്റ എന്ന് കാണുന്നു. അങ്ങനെ സെന്ററിൽ രണ്ട് റേസും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതിനാൽ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സെൻട്രൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ പൊസിഷൻ സെക്കൻഡറി മിനിമ നമ്മൾ സി പി മൈനസ് എ പി ലാംഡ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് തീറ്റ ഈക്വൽ ലാംഡ ബൈ എ ആണെന്ന് കണ്ടെത്തി. പിന്നെ എൽ പി മൈനസ് കെ പി എന്നുള്ള ലാംഡ ബൈ 2 ആണെന്ന് കണ്ടെത്തി. ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു സെക്കൻഡറി മിനിമത്തിന്റെ പൊസിഷൻ സെക്കൻഡറി മിനിമത്തിന്റെ തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ ബൈ എ, n 1, 2, 3 ആയിട്ട് വരാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു സി പി മൈനസ് എ പി എന്ന് പറഞ്ഞാൽ 3/2 ലാംഡ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും സെക്കൻഡറി ബ്രൈറ്റ്നസ് സെക്കൻഡറി മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതെന്തായിരുന്നു 2n + 1 ലാംഡ ബൈ 2a എന്നായിരുന്നു അതിന്റെ ഇക്വേഷൻ. പിന്നെ അതിന്റെ സ്ലിറ്റിന്റെ നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്തു. ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ഒരു സെൻട്രൽ മാക്സിമം ഉണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും, ആ മാക്സിമം മെല്ലെ ഡിമിഷായി അവസാനം ഒന്നും ഇല്ലാതാവും. ഇത്രയാണ് എന്ത് നമ്മുടെ ഡിഫ്രാക്ഷനിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഡിഫ്രാക്ഷൻ എന്താണ് ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇന്റർഫറൻസ് എന്നാണ് ലൈറ്റിന്റെ വേറെ പ്രോപ്പർട്ടിയാണ്. ഡിഫ്രാക്ഷൻ എവിടേക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ സൂര്യൻ നമ്മുടെ ഒരു മൗണ്ടെയിന്റെ താഴത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ലൈറ്റ് ആകെ ഗ്ലെയർ ആയിട്ട് വരില്ലേ. അതായത് ഒരു സൂര്യന്റെ സൺറൈസ് നമ്മൾ കാണാൻ പോകല്ലോ ഓരോ മലേന്റെ മുകളിലേക്കൊക്കെ. അപ്പോൾ സണ്ണ് വരുന്നതിന് മുന്നേ തന്നെ അതിന്റെ റേസ് എന്ത് ചെയ്യും, ആ മലയിൽ നിന്നും വരാൻ തുടങ്ങും. കാരണം എന്താണ്, അവിടെ മലേന്റെ ഓരോ പോയിന്റിൽ നിന്നും ലൈറ്റ് ബെൻഡ് ചെയ്തിട്ട് പുറത്തോട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ റേസ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത്. അതെന്താണ് ലൈറ്റിന്റെ ഡിഫ്രാക്ഷൻ എന്ന ഫിനോമിനയ്ക്ക് കാരണമാണ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ് ലൈറ്റിന്റെ ഡിഫ്രാക്ഷൻ. നെക്സ്റ്റ് നമുക്കുള്ളത് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ. പോളറൈസേഷൻ വന്നാൽ ലൈറ്റ് പാർട്ടിക്കിൾസ് എന്ന ലൈറ്റിലെ പാർട്ടിക്കിൾസ് ഉണ്ട്, അവ എന്താണ് 3 ഡയമെൻഷൻ, അതായത് കുറെ ഡയമെൻഷനിൽ 2 ഡയമെൻഷനിൽ 3 ഡയമെൻഷനിൽ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്റെ ലൈറ്റിന്റെ പാർട്ടിക്കിൾ ഇതാണെങ്കിൽ അതെന്ത് ചെയ്യും, മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഇങ്ങനെയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പ്ലെയിനിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലെയിനിലും എന്തുണ്ട്, അത് വൈബ്രേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ പോയിന്റിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് ആണ് എന്ത് അൺപോളറൈസ്ഡ് ലൈറ്റ്. അതായത് അല്ലെങ്കിൽ if the plane of vibration of the string is changed randomly is very short intervals. നമ്മൾ ലൈറ്റിന്റെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഡയമെൻഷനിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സപ്പോസ് നമുക്ക് ഇവിടെ ഒരു വേവ് ഉണ്ട്. ഈ വേവ് എങ്ങനെ പോകുന്നത്, XY പ്ലെയിനിലാണ് പോകുന്നത് അല്ലെ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ ലൈറ്റ് റേയിന്റെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് XY പ്ലെയിനിൽ ഫിക്സ്ഡ് ആണല്ലേ. അതിന്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി വൈ ആക്സിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് അല്ലെ. അപ്പോൾ XY പ്ലെയിനിൽ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്ന, അതായത് ഇതൊരു ലൈറ്റ് ആണ്, ആ ലൈറ്റ് റേയിന്റെ പാർട്ടിക്കിൾസ് എന്താണെന്നാൽ XY പ്ലെയിനിൽ
കൺസ്ട്രെയിൻഡ് ആണ് അല്ലെ. അതായത് എക്സ്വൈ പ്ലെയിനിൽ മാത്രമേ അതിന് എന്തുള്ളൂ, ആക്ഷൻ ഉള്ളൂ. അങ്ങനെയുള്ള വേവ്സ് ആണ് എന്ത്, പോളറൈസ്ഡ് വേവ്സ്, പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് സിൻസ് ദ ഡിസ്പ്ലേസ്മെന്റ് in the right angle to the direction of propagation of the wave, this wave is known as transverse wave. Only transverse wave മാത്രമേ എന്തുള്ളൂ, പോളറൈസേഷൻ ബിഹേവിയർ കാണിക്കുള്ളൂ. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ since each point of the string moves in a straight line, this wave is also represented linearly progressed, and the string always remain confined in xy plane, therefore it is called plane polarized light. അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ലൈറ്റിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന്. സാധാരണ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ട്, വൈബ്രേഷൻ അലോങ് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. പക്ഷെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുള്ളൂ, ഓൺലി XY പ്ലെയിനിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ലൈറ്റ് ആണ് എന്ത്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ്? If the plane of vibration of the string is changed randomly in very short intervals, അതായത് ഒരു XY പ്ലെയിനിൽ മാത്രമല്ല അതിന്റെ വൈബ്രേഷൻ, പക്ഷെ എല്ലാ പ്ലെയിനിലും അതിന്റെ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ്, എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം എന്താണ്, അൺപോളറൈസ്ഡ് ആയിട്ട്. അന്ന് ഒരു റേ വരച്ചെന്നല്ലോ, XYZ വൈബ്രേറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ വേവ് കാണിച്ചിരുന്നത് ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെന്തുണ്ട്, 3 ആക്സിൽ എന്തുണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത്, അത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് പറയുന്നത്. നമുക്കിപ്പം ഇങ്ങനെ വേവ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, y ഈക്വൽ ടു a sin omega t. A is the amplitude and omega is angular velocity and t is the time. This is a simple example of plane polarized wave because the displacement remain along the direction of y-axis. ഇതെന്താണ്, y-axis മാത്രമേ ഇതിന്റെ ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ് അല്ലേ. കാരണം എന്താണ്, XY പ്ലെയിനിലാണ് ഇതിന്റെ വൈബ്രേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ്, എന്താണ് ഡിഫ്രാക്ഷൻ, എന്താണ് ഡിഫ്രാക്റ്റീവ് പാറ്റേൺ, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി ചോദിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും എവിടെയും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയുന്നേ. ഓക്കെ, താങ്ക് യു.